ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ലൈഫിൽ 3 തരം സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ കഴിയും. ഒന്ന്, ഫ്രണ്ട്സ് ഫോർ എ റീസൺ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നവരാണ്. അത് കടന്നു വരുന്നത് മിക്കവാറും നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള സമയത്തായിരിക്കും ഇവർ നമ്മളിലേക്ക് കടന്നു വരിക. ആ സമയത്ത് ഇവർ കടന്നു വരികയും ചെയ്യും. നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും, ഇമോഷണൽ സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ തരികയും നമ്മൾ ആ ഒരു ഡിഫിക്കൽട്ട് ടൈമിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരികയും അത് കഴിയുമ്പോൾ അവർ വന്നതുപോലെ തന്നെ ഇങ്ങോട്ടും അപ്രത്യക്ഷമാകുകയും ചെയ്യും. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഫ്രണ്ട്സ് ഫോർ എ സീസൺ എന്ന് പറയും. അതിന് 2 വശമുണ്ട്. ഒന്ന്, നമ്മൾ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മളോടൊപ്പം പഠിച്ച സുഹൃത്തുക്കൾ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ അതിൽ കുറേ പേര് പോകും. പിന്നെ നമുക്ക് കോളേജിൽ വരുമ്പോൾ പുതിയ കുറേ ഫ്രണ്ട്സ് ആവും. അങ്ങനെ ലൈഫിൽ ഓരോ സ്റ്റേജിലും നമുക്ക് വരികയും പോവുകയും ചെയ്യുന്ന സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത്, നമുക്ക് നല്ല സമയത്ത് മാത്രം നമ്മളോടൊപ്പം നിൽക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അതാണ് ഈ ഫ്രണ്ട്സ് ഫോർ എ സീസൺ എന്ന് പറയുന്നത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഫോർ എ ലൈഫ് ടൈം എന്ന് പറയും. അവർ വളരെ ഡീപ്പായിട്ട് നമ്മളോട് ഒരു കണക്ഷൻ സൂക്ഷിക്കുന്നവരായിരിക്കും. അവർ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിച്ചല്ല, ഒന്നും എക്സ്പെക്ട് ചെയ്തുകൊണ്ടല്ല നമ്മളോടൊപ്പം നിൽക്കാറുള്ളത്. നമുക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് എപ്പോഴും തരികയും ഒരു പക്ഷേ അവർ ദൂരെ ആണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് റീകണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധം അവർക്ക് നമ്മളും തമ്മിൽ ഉണ്ടാകും. അതാണ് ഫ്രണ്ട്സ് ഫോർ എ ലൈഫ് ടൈം എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, നോ ദ ഡിഫറൻസ് ആൻഡ് ചൂസ് ദം വൈസ്ലി. താങ്ക് യു.